കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശസ്കന്ധം അധ്യായം 28 നമ്മൾ ഇന്നലെ പൂർത്തിയാക്കി. ഇന്നിനി നമ്മൾ 29ലേക്ക് കടക്കാൻ ഭാവിക്കുകയാണ്. അതിനു മുമ്പ് അതിൻ്റെ ഒരു ഉള്ളടക്കം എന്താണ് നമ്മൾ പറയാൻ പോകണമെന്ന് ഞാൻ പറയാൻ ശ്രമിക്കാം. ഉദ്ധവൻ ഇതൊക്കെ കേട്ടിട്ട് പിന്നെ ചോദിച്ചു, ഭഗവാനല്ലാതെ അല്ലെങ്കിൽ ബ്രഹ്മമല്ലാതെ ഒന്നും ഇല്ല എന്നറിഞ്ഞ് ഒന്നിലും സംഘമില്ലാതെ അങ്ങ് എന്നോട് സഞ്ചരിക്കാൻ പറഞ്ഞു ഇല്ലേ? നിസ്സംഗനായിട്ട് ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ, സർവം ബ്രഹ്മമയം എന്ന് പറഞ്ഞ് എന്നോട് സഞ്ചരിക്കാനാണ് അങ്ങ് പറഞ്ഞത്. പക്ഷേ അതത്ര എളുപ്പമൊന്നും അല്ലല്ലോ, അത് വളരെ വിഷമല്ലേ. അനായാസേന ആ ഒരു അവസ്ഥയിലെത്താനുള്ള വഴി ഒന്നും കൂടി അങ്ങ് പറഞ്ഞു തരൂ, ഒരു പ്രാവശ്യം കൂടി. ഒക്കെ പറഞ്ഞു എന്നാലും എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ആ സച്ചിദാനന്ദ സുഖം വളരെ ബുദ്ധിമുട്ടില്ലാതെ ലഭിക്കാൻ അല്ലെങ്കിൽ ആ ഭഗവാനെ പ്രാപിക്കാൻ സഹായിക്കണ ധർമ്മങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു തരാം, വളരെ ശ്രദ്ധാപൂർവം കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഇത് ചെയ്താൽ മതി. എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും എന്നിൽ തന്നെ അർപ്പിക്കൂ. എന്നിട്ട് നല്ല സജ്ജനങ്ങളെ സമീപിച്ച് അല്ലെങ്കിൽ വളരെ ജ്ഞാനികളായിട്ടുള്ള ഭാഗവതോത്തമന്മാരെ സമീപിച്ച് അവരുടെ മുഖത്തുനിന്ന് കേൾക്കണ എന്നെ പറ്റിയിട്ടുള്ള ലീലകളും എന്നെ കീർത്തിക്കുന്നതൊക്കെ കേൾക്കൂ. എന്നിട്ട് എല്ലാറ്റിലും എന്നെ തന്നെ കാണൂ, എൻ്റെ സാന്നിധ്യം എല്ലാറ്റിലും കാണൂ. അപ്പോൾ ഈ ഷഡ്വൈരികൾ, കാമക്രോധ ലോഭ മദമോഹ മാത്സര്യമൊക്കെ ഉണ്ടല്ലോ മനസ്സിൻ്റെ, അതൊക്കെ ഇല്ലാതെ നശിക്കും. അതായത് എല്ലാ ജീവജാലങ്ങളെയും എൻ്റെ ഒരു രൂപാന്തരമാണ് എന്ന് ഭാവത്തിൽ വന്ദിക്കൂ. സർവവും ഞാനാണ് എന്നുള്ള ആ ബോധം, ആ അഖണ്ഡ ബോധം മാത്രമേ ഉള്ളൂ ഇവിടെ എന്നുള്ളത് നിരന്തരം മനനം ചെയ്യൂ. ഭാഗവതധർമ്മങ്ങളെ ശരണം പ്രാപിച്ചാൽ പിന്നെ ഒരിക്കലും അധപ്പതിക്കുമെന്ന് പേടിക്കാനില്ല. എല്ലാറ്റിലും എന്നെ കാണൂ ഹേ ഉദ്ധവ. അപ്പോൾ ഞാനിതാ സർവ്വവേദത്തിൻ്റെയും രഹസ്യം അങ്ങയുടെ മുമ്പിൽ വ്യക്തമാക്കിയിട്ട് പറഞ്ഞു തന്നു. ഇപ്പോൾ വിഷമം മാറിയില്ലേ ചോദിക്കും. അപ്പോൾ എന്നിട്ട് ഒന്നും കൂടിയും പറയട്ടോ, ഇത് അർഹിക്കാത്തവർക്ക് ഉപദേശിക്കരുത്. ഭക്തിയില്ലാത്തവർക്കും ദുശ്ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നമ്മളെ കുഴക്കുന്നവർക്കും ഒന്നിലും വിശ്വാസമില്ലാത്ത ആൾക്കാരോടും ഒന്നും ഇത് ഉപദേശിക്കരുത്. ശ്രദ്ധ ഇല്ലാത്തവനും ഭക്തി ഇല്ലാത്തവനും ഇതൊരിക്കലും പറഞ്ഞു കൊടുക്കരുതെന്നും കൂടി പറയട്ടോ. എന്നിട്ട് അങ്ങനെ ഇത് കേട്ടപ്പോൾ, ഇത് അവസാനം ഇതൊന്നും കൂടി ഒരു പ്രാവശ്യം കൂടി ഭഗവാന്റെ വായെന്ന് കേട്ടപ്പോൾ നല്ലോണം ബോധ്യമായി, ഭയങ്കര സന്തോഷമായി. ശരിക്കും പറയാച്ച ആനന്ദാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് നിന്നു കുറേ നേരം, ഒന്നും പറയാൻ പറ്റാതെ. എന്നിട്ട് വളരെ വിഷമിച്ചിട്ട് ഒരുവിധം ശബ്ദത്തിനെയും മനസ്സിനെയൊക്കെ നിയന്ത്രിച്ചിട്ട് ഉദ്ധവൻ ആ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹേ അങ്ങയുടെ കൃപ എന്നേ എനിക്ക് പറയാനുള്ളൂ. അങ്ങയുടെ ആ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് എനിക്കിപ്പോൾ എൻ്റെ എല്ലാ മായാമോഹവും നശിച്ചു. സൂര്യൻ്റെ അടുത്ത് പോയാൽ ഇരുട്ട് മാറണ പോലെ ഇതാ എൻ്റെ എല്ലാ മായാമോഹങ്ങളും നശിച്ചിരിക്കുന്നു. അതായത് അങ്ങയോടുകൂടി ഞാൻ മാത്രമല്ല, അങ്ങ് എൻ്റെ ആ ജ്ഞാനദീപം കൊളുത്തി തന്നു എനിക്കിപ്പോൾ. ഞാൻ ഇങ്ങനെയുള്ള ആ കൃപാനിധിയായിട്ടുള്ള അങ്ങയല്ലാണ്ട് ഞാൻ ആരെ ശരണം പ്രാപിക്കും എന്ന് പറഞ്ഞ് പിന്നെയും നമസ്കരിച്ചു. എനിക്ക് എത്ര കോടി ജന്മങ്ങൾ വേണ്ടി വന്നാലും വിരോധമില്ല, അങ്ങയിലുള്ള ഭക്തിയോടുകൂടി എന്നും ഇരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞതൊക്കെ നല്ലോണം മനസ്സിലാക്കിയല്ലോ, ഇനി അതുപോലെയൊക്കെ എന്നെ മനനം ചെയ്തും അതുപോലെ പ്രവൃത്തികളെ ഭാഗവത ധർമ്മങ്ങളെ അനുഷ്ഠിച്ചിട്ടും എന്നെ തന്നെ നിരന്തരം സ്മരിച്ചും അങ്ങ് ബദര്യാശ്രമത്തിലേക്ക് പൊക്കോളൂ. അവിടെ ആ അളകനന്ദയിൽ കുളിച്ച് എന്നെ തന്നെ നിരന്തരം ധ്യാനിച്ച് ആത്മാരാമനായിട്ട്
ഈ ശരീരം വീണവരെ ഇരിക്കൂ, എന്നിട്ട് ത്രിഗുണങ്ങളെയെല്ലാം അതിക്രമിച്ച് അങ്ങ് സംശയിക്കേണ്ട, എന്നെ തന്നെ പ്രാപിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ശരി പറഞ്ഞിട്ട് ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. എന്നാലും ജ്ഞാനം നല്ലോണം വിധിച്ചു പോട്ടോ ശരിക്ക്. എന്നാലും ആ ഭഗവാനെ വിട്ടുപോകാൻ ഉള്ള ഒരു സങ്കടം സഹിക്കാതെ കണ്ണീരൊഴുക്കിയിട്ട് ഭഗവാന്റെ ആ പാദുകങ്ങളെ, അതായത് ഇതിൻ്റെ മെതിയടികളെ മേടിച്ച് അതിനെ ശിരസിൽ ഭക്തിപൂർവ്വം വെച്ചു. എന്നിട്ട് പിന്നെയും തിരിഞ്ഞ് നോക്കിക്കൊണ്ട് അങ്ങനെ മുമ്പിലേക്ക് പോയി. അങ്ങനെ ബദരിയാശ്രമത്തിലേക്ക് അങ്ങോട്ട് പോയി. കുറച്ച് ഞാൻ നോക്കിയാൽ കാണാണ്ടേ പോലോ, അതുവരെ നോക്കി ഈ ഭഗവാന്റെ മെതിയടിയും തലയിൽ വെച്ച് പാദുകങ്ങളും കാലിൽ വെച്ച് അങ്ങനെ പോയി. അങ്ങനെ ബദരിയാശ്രമത്തിലേക്ക് ഉദ്ധവൻ യാത്രയാവണതാണ് ഇതിൽ. പിന്നെ 30-31 ശരിക്കും സ്വർഗാരോഹണം. 31 കൂടിയും പറയാൻ വേണമെങ്കിൽ എന്ന് മാത്രം. കാരണം ദേവന്മാരൊക്കെ അവിടെ സന്തോഷമായി, ഭഗവാന്റെ മിഷൻ കഴിഞ്ഞുല്ലോ, പർപ്പസ് ഓഫ് ഇൻകാർണേഷൻ കഴിഞ്ഞ് അവർ സ്വീകരിക്കുന്നത് 31 അതാണ്. 30 ശരിക്കും സ്വർഗാരോഹണം. എന്നിട്ട് 31 കൂടി ഭഗവാന്റെ സ്വർഗാരോഹണവും കഴിഞ്ഞു. പിന്നെ നമുക്ക് 12-ാം അധ്യായവും. അപ്പം നമുക്കിന്ന് 29-ാം അധ്യായത്തിലേക്ക് ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി പ്രവേശിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. 11 സ്കന്ധം 29-ാം അധ്യായം. ഇനി ഒന്നും കൂടിയും കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും കൂടിയും പറയാമെന്ന് പറഞ്ഞുവല്ലോ, അത് നോക്കാം നമുക്ക് കേട്ടോ. ഉദ്ധവ ഉവാച. ഉദ്ധവൻ ചോദിക്കുകയാണ്, സുദുസ്തരാമിമാം മന്യേ യോഗചര്യാമനാത്മന യഥാഞ്ജസാ പുമാൻ സിദ്ധ്യേ തന്മേ ബ്രൂഹ്യഞ്ജസാച്യുതാം. എന്താണ് ഉദ്ധവൻ മുഴുവനെ കേട്ടു. ഉദ്ധവനെ കുറേ മനസ്സിലാവുകയൊക്കെ ചെയ്തു കേട്ടോ. എന്നാലും ശുഷ്കാന്തി എങ്ങനെയാണ്, ഞാനങ്ങോട്ട് പൂർണ്ണമായിട്ട് ഉദിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിൻ്റെ അടുത്ത് എത്തിയിരിക്കണു. അപ്പോൾ ഉദ്ധവൻ പറയാണ്, എന്താണ് ഉദ്ധവൻ്റെ ആദ്യം എന്താ പറയണേ, വേണമെങ്കിൽ 2 ശ്ലോകം ഒന്നിച്ച് ചെയ്യാം കേട്ടോ. പ്രായശ പുണ്ടരീകാക്ഷായുഞ്ജന്തോ യോഗിനോ മന വിഷീദന്ത്യ സമാധാനാൻ മനോനിഗ്രഹകർഷിതാഹ. ആ 2 കൂടി ചെയ്യാം. 1, 2. എന്താണ്? അച്യുത, ഹേ അച്യുത, ച്യുതിയില്ലാത്തവനെ, വീഴ്ചയില്ലാത്തവനെ, അനാത്മന, മനസ്സിനെ ജയിക്കാത്തവന്. അനാത്മന പറഞ്ഞാൽ ഇവിടെ എന്താ? മനസ്സിനെ ജയിക്കാൻ സാധിക്കാത്ത ആൾക്ക്. ഇമാം യോഗചര്യം, ഇപ്പം അങ്ങ് പറഞ്ഞ ഈ യോഗാനുഷ്ഠാനം ഉണ്ടല്ലോ, അത് മനസ്സിനെ ജയിക്കാത്തവർക്ക് സുദുഷ്കരം, വളരെ വിഷമവും മന്യേ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. സാധാരണക്കാർക്ക് ഇത് വളരെ ഇങ്ങനെ മനസ്സിനെ ജയിക്കാൻ അങ്ങ് പറഞ്ഞ പോലെ എല്ലാം ബ്രഹ്മമായിട്ട് കണ്ടേ, അത് വളരെ വിഷമാണെന്ന് എനിക്ക് തോന്നുകയാണ്. പുമാൻ, അതുകൊണ്ട് അതിനാൽ ഒരു സാധകൻ എങ്ങനെ എളുപ്പത്തിൽ സിദ്ധിയത് ഈ യോഗസിദ്ധിയെ പ്രാപിക്കുമോ, അതിനെ എനിക്ക് എളുപ്പത്തിൽ, അതായത് ചുരുക്കി ഒന്നും കൂടിയും പറയുമോ, സാധാരണ ഒരാൾക്ക് എങ്ങനെ ഭഗവാനെ പ്രാപിക്കാം? ബ്രൂഹി, ഉപദേശിക്കണം. പുണ്ടരീകാക്ഷ, ഹേ പുണ്ടരീകാക്ഷ മീൻസ് താമരതളിൻ്റെ കണ്ണുള്ളവനെ. മനയുഞ്ജന്തഹ, മനസ്സിനെ അടക്കാൻ പ്രയത്നിക്കുന്നവരും. മനോനിഗ്രഹകർഷിതാഹ, പക്ഷെ അതിനെ അടക്കാൻ വളരെ വിഷമിക്കുന്നവരുമായ യോഗികൾ. വലിയ വലിയ യോഗീശ്വരന്മാർക്ക് പോലും മനസ്സിനെ അടക്കാൻ കഴിയാത്തതായി കാണുന്നുണ്ട്. അവർ വളരെ വിഷമിക്കുന്നത് കാണാണ്ട്. അസമാധാനാത്, മനസ്സിനെ അടക്കുവാൻ സാധിക്കാത്തതിനാൽ പ്രായശ വിഷീദന്തി, അവർ വിഷമിക്കുന്നത് കാണുന്നു. അപ്പോൾ സാധാരണക്കാരൻ്റെ കാര്യം എന്താണെന്നാ ഉദ്ധവൻ ചോദിക്കണതേ. വലിയ വലിയ യോഗീശ്വരന്മാർ പോലും അനവധി യോഗാനുഷ്ഠാനമൊക്കെ ചെയ്തിട്ട് പോലും മനസ്സിനെ അടക്കാൻ സാധിക്കാതെ വിഷമിക്കണത് കാണുന്നു. അപ്പോൾ മനോജയൊന്നും വരാത്ത ഒരു സാധാരണക്കാരനെ എങ്ങനെയാണ് ഭഗവാനെ പ്രാപിക്കാനുള്ള ഒരു എളുപ്പമായിട്ടുള്ളതും സിമ്പിളായിട്ടുള്ള ഒരു മാർഗം എനിക്ക് പറഞ്ഞു തരൂ എന്നാണ് പറഞ്ഞത്. ഉദ്ധവ ഉവാച. സുദുസ്തരാമിമാം മന്യേ യോഗചര്യാമനാത്മനഃ യഥാഞ്ജസാ പുമാൻ സിദ്ധ്യേ തന്മേ ബ്രൂഹ്യഞ്ജസാച്യുതാ. പ്രായശ പുണ്ടരീകാക്ഷായുഞ്ജന്തോ യോഗിനോ മന വിഷീദന്ത്യ സമാധാനാൻ മനോനിഗ്രഹകർഷിത. യോഗീശ്വരന്മാർക്ക് പോലും മനോനിഗ്രഹം വളരെ വിഷമായിട്ട് കാണുന്നുണ്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അപ്പോൾ ഇനി പറയണു,
അതായത് മനോനിഗ്രഹത്തിന് ശ്രമിക്കുന്ന യോഗീശ്വരന്മാർ പോലും ചിലപ്പോൾ പരാജയപ്പെടുന്നു. അപ്പോൾ സാധാരണ മനോജയം വരാത്ത ഒരാൾക്ക് ഭഗവാനെ എങ്ങനെ പ്രാപിക്കാം? അതാണ് അറിയേണ്ടത്. ഇനി 3 അഥാത ആനന്ദദുഃഖം പദാംബുജം ഹംസാഹ ശ്രയേരന്നരവിന്ദലോചന സുഖം ന വിശ്വേശ്വരയോഗ കർമ്മഭിസ്ത്വന്മായയാമി വിഹതാ നമാനിന. 3 വിശ്വേശ്വര, ഹേ വിശ്വത്തിൻ്റെ മുഴുവൻ ഈശ്വരനായിട്ടുള്ള ഭഗവാനെ, അതുകൊണ്ട് തന്നെയാണ് ഹംസാഹ, അതായത് ഈ പരമഹംസന്മാർ ആനന്ദുഖം, ആനന്ദം പെരുക്കുന്ന പദാംബുജം, തങ്ങളുടെ പൃത്പാദ കമലങ്ങളുടെ, അതായത് ഭഗവാന്റെ പാദകമലങ്ങളെ സുഖം ക്ഷയേരന്നു, എളുപ്പത്തിൽ സേവിക്കുന്നു, ഇതിൽ സംശയമില്ല. അരവിന്ദലോചന, ഹേ അരവിന്ദാക്ഷ, അമീഹി, അങ്ങയുടെ ഭക്തന്മാരായ ഈ വലിയ പരമഹംസന്മാർ ത്വന്മായയാന്ന വിഹത, തങ്ങളുടെ മായയാൽ മോഹിപ്പിക്കപ്പെടുന്നില്ല. യോഗകർമ്മഭി, യോഗം കൊണ്ടോ കർമ്മം കൊണ്ടോ മാനിനഹ എന്ന, തങ്ങളെ അവയിൽ സമർത്ഥന്മാർ എന്ന് വൃഥാ അഭിമാനികളായി ഭവിക്കുന്നില്ല. അതുകൊണ്ട് അപ്പം എന്താ പറയണേ ഇതിൽ വെച്ചാൽ, എന്താണ് പിന്നെ ഇതിൽ ഉദ്ധവൻ പറയണ വെച്ചാൽ, പരമഹംസന്മാർ, അതായത് ശരിക്കും ജ്ഞാനം ഉദിച്ച ആൾക്കാർ, ശരിക്കും ജ്ഞാനം എന്താണ് വെച്ചാൽ ഈ പരമഹംസന്മാരെ പറഞ്ഞു വെച്ചാൽ ഈ പരമമായിട്ടുള്ള സത്യം അന്വേഷിക്കുന്നവർ സച്ചിദാനന്ദൻ തന്നെ രൂപം പൂണ്ട അങ്ങയുടെ പാദകമലത്തെ സർവഥാ ശരണം പ്രാപിക്കുന്നുണ്ട്. അല്ലയോ ഭഗവാനെ, ആ ഭക്തന്മാർ ആ ഭഗവാന്റെ പാദകമലങ്ങളെ ശരണാഗതി അടയുന്നതിൽ വളരെ ആനന്ദം കണ്ടെത്തുന്നുണ്ട് അവർ അവനവൻ്റെ യോഗമനുഷ്ഠിക്കുന്നതിലും അവനവൻ്റെ സിദ്ധികളിലും അവനവന് ഭഗവാന്റെ പാദകമലങ്ങളെ നിരന്തരം സ്മരിക്കാൻ സാധിക്കുന്നതിലും ഒന്നും അഭിമാനം അവർക്കില്ലേനും, ഞാൻ അങ്ങനെയാണ്, ഞാൻ അത്ര നല്ല യോഗം അനുഷ്ഠിക്കാനുള്ള ആളാണ്, എനിക്ക് ഭഗവാനെ നിരന്തരമായിട്ട് സ്മരിക്കാൻ സാധിക്കുന്നുണ്ട്, എനിക്ക് സിദ്ധികളുണ്ട്, അങ്ങനെയൊന്നും അവർ വിചാരിക്കണമില്ല ഈ പരമഹംസന്മാർ. ശരിക്കുള്ള പരമഹംസന്മാർ ഭഗവാന്റെ പാദകമലങ്ങളിൽ തന്നെ നിരന്തരം മനസ്സിനെ വെച്ച് സച്ചിദാനന്ദ സുഖം അനുഭവിക്കുന്നവരാണ്. യാതൊരു ദുരഭിമാനങ്ങളും ഒന്നും അവർക്ക് ഇല്ലതാനും. അതാണ് പറഞ്ഞത്. അങ്ങനത്തെ ആൾക്കാർ ആണല്ലോ നമുക്ക് പിന്നെ ഒരു മാതൃക. അതാണ് പറയണത്. അതായത് അവർ പിന്നെ അവരുടെ യോഗം കർമ്മം ഇതൊക്കെ അഹങ്കരിച്ചിട്ട് ഭഗവാനെ ആശ്രയിക്കുന്നില്ല, അങ്ങനെയല്ല. അങ്ങനെയുള്ളവരാച്ച മായാമോഹിതരാണെന്ന് പറയാം. പക്ഷേ അങ്ങയുടെ ഭക്തന്മാർ അങ്ങനെയല്ല. അങ്ങയുടെ പാദാംബുജം സേവിക്കുന്ന ഈ പരമഹംസന്മാർ, അല്ലെങ്കിൽ സത്യം അന്വേഷിക്കുന്ന ഈ യോഗീശ്വരന്മാർ അവിടുത്തെ യോഗമായ കൊണ്ട് ഒട്ടും മോഹിക്കപ്പെടുന്നില്ല. മാത്രമല്ല അവനവൻ്റെ യോഗകർമാദികൾ കൊണ്ട് അഹങ്കാരം അവർക്കില്ല. അങ്ങനെ ശരിക്കുള്ള യോഗീശ്വരന്മാരല്ലെങ്കിൽ അതുണ്ടാവാലോ. പക്ഷേ അങ്ങയുടെ പാദകമലങ്ങൾ സർവാത്മന ആശ്രയിച്ചവർക്ക് എപ്പോഴും ആനന്ദമാണെന്ന് മാത്രമല്ല, അവർക്ക് അഹങ്കാരവും ഇല്ലയെന്ന്. അഥാത ആനന്ദ ദുഃഖം പദാംബുജം ഹംസാഹ ശ്രയേരന്നരവിന്ദലോചന സുഖം ന വിശ്വേശ്വര യോഗ കർമ്മഭിസ്ത്വന്മായയാമി വിഹതാനമാനിന. ഇനി അതിലത്ഭുതമില്ല എന്ന് പറയാണ്. അതായത് അങ്ങയുടെ ഭക്തന്മാർ അങ്ങയുടെ പാദകമലങ്ങളിൽ ശരണാഗതി അടഞ്ഞിട്ട് വളരെ കൃതാർത്ഥരായിത്തീരുന്നതിലും നിത്യാനന്ദം അനുഭവിക്കുന്നതിലും അത്ഭുതം തോന്നുന്നില്ല എന്ന് പറയുകയാണ്. ഇനി കിം ചിത്രം അച്യുത, എന്താ അത്ഭുതം എന്ന്. തവൈതദശേഷബന്ധോ ദാസേഷു അനന്യചരണേഷു ആത്മസാത്വം യോരോചയത് യഹ അരോചയത് യോരോചയത് സഹ മൃഗൈ സ്വയം ഈശ്വരാണാം ശ്രീമത് കിരീടതട പീഡിത പീഠ. എന്താണ് 4ാമത്തെ ശ്ലോകത്തിൽ പറയണ, നമുക്ക് നോക്കാം. അച്യുത, ഹേ അച്യുത, അശേഷ ബന്ധു, എല്ലാവരുടെയും ലോകത്തിലത്തെ എല്ലാവരുടെയും ബന്ധുവായിട്ടുള്ള ഭഗവാനെ, ഈശ്വരാണ്, ബ്രഹ്മദേവൻ മുതലായവരുടെയും കൂടി ശ്രീമത് കിരീട തട പീഡിത പാദപീഠ, അതായത് അവരുടെ ബ്രഹ്മാവ് ശിവൻ ബാക്കി ദേവന്മാരുടെ പോലും കിരീടം ഏത് പാദത്തിലാണ് വന്ന് നമസ്കരിക്കണത്? അല്ലേ, ഭഗവാന്റെ പാദം
ഇവരുടെ കിരീടം കൊണ്ട് പ്രശോഭിതാണെന്ന് പറയാണ്. കാരണം എല്ലാ ദേവന്മാരും ഭഗവാനെ നമസ്കരിക്കുന്ന, അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. എല്ലാ ദേവന്മാരാലും പിന്നെന്താണ് നമസ്കരിക്കപ്പെടുന്ന യഹ ഭവാൻ സ്വയഹ, പിന്നെ അതായത് സ്വയം തന്നെ മൃഗൈഹി സഹ അരോചയത്. അതായത് ഇപ്പോൾ ശ്രീരാമൻ അവതാരത്തിലത്തെ കാര്യമാണ് പറഞ്ഞത്. സ്വയഹ, ഇത്ര എല്ലാ ദേവന്മാരാലും വന്ദിക്കപ്പെടുന്ന അങ്ങ് പിന്നെ ശ്രീരാമ അവതാരം എടുത്താൽ മതി. എന്താണ് സ്വയം എന്ത് ചെയ്തു? സ്വയഹ മൃഗൈഹി സഹ അരോചയത്, കുരങ്ങന്മാരോടുകൂടി പിന്നെ കുരങ്ങന്മാരെ ഫ്രണ്ടാക്കിയിട്ടാണ് സീത അന്വേഷിക്കാൻ പോയത് അല്ലേ? കുരങ്ങന്മാരുടെ കുരങ്ങനോട് സഖ്യം ചെയ്തിട്ട് അല്ലേ? എല്ലാ ദേവന്മാരാലും ബന്ധിക്കപ്പെടുന്ന അങ്ങക്ക് അങ്ങനെയൊന്നുമില്ല. കുരങ്ങന്മാരോട് വാനരന്മാരോട് സഖ്യം ചെയ്തു ഇല്ലേ? ഭവാന്റെ അനന്യശരണേഷു, ഭവാനല്ലാതെ വേറെ അന്യ ആശ്രയമില്ലാത്തവരായ ദാസേഷു, നന്ദഗോപൻ ഗോപികമാർ അവരൊക്കെ മുതലായവർ, ദാസന്മാർക്ക് അല്ലെങ്കിൽ മഹാബലി യദ് ആത്മസാത്വം അധീനനായിരിക്കുന്ന അവർക്ക് അവനവനെ കൊടുത്തു, അവനവനെ തന്നെ കൊടുത്തു ഭഗവാൻ ഇല്ലേ? മഹാബലിക്ക്, നന്ദഗോപർക്ക്, ഗോപികമാർക്കൊക്കെ അവനവനെ തന്നെ കൊടുത്തു. കിം ചിത്രം, എന്താണ് അത്ഭുതം? അത്ഭുതപ്പെടാനില്ല ഭഗവാൻ അങ്ങനെ ചെയ്യണേനെന്ന് പറയാണ് ഇതിൽ. എന്താ വെച്ചാൽ പിന്നെന്താണ്, അങ്ങ് ഭക്തന്മാരായിട്ടുള്ള ലോകപാലകന്മാരുടെ കിരീടങ്ങൾ അല്ലേ? അതായത് ബാക്കി ദേവന്മാരുടെ, ബ്രഹ്മാവ് തൊട്ട് ബ്രഹ്മാവ്, ശിവൻ, ബാക്കി എത്ര ദേവന്മാരുണ്ട്, അവരുടെയൊക്കെ കിരീടങ്ങൾ എപ്പോഴും ആരുടെ പാദപത്മത്തിലാണ്? പിന്നെന്താണ് ആരുടെ പാദപത്മാണ് അവരുടെ കിരീടങ്ങളാൽ വന്ദിക്കപ്പെടുന്നത്? ആ പിന്നെ ഭഗവാൻ എന്താണ് അവിടുന്ന് രാമാവതാരം എടുത്തപ്പോൾ ഭക്തരായിട്ടുള്ള കുരങ്ങന്മാരെ ആയിട്ട് സഖ്യം ചെയ്യാൻ ഒരു മടിയും കാണിച്ചില്ല അല്ലേ? അതായത് എല്ലാ ജീവജാലങ്ങൾക്കും അവരവരുടെ ഇഷ്ടത്തിനൊത്ത് എന്താണ് വേണ്ടത് വെച്ചാൽ അത് നൽകി അനുഗ്രഹിക്കുന്ന അങ്ങയെ ആരാണ് ശരണാഗതി അടയാതിരിക്കുക? അതായത് അങ്ങയുടെ ഈ കാരുണ്യം അറിയുന്ന ഒരാളെങ്കിലും അങ്ങയല്ലാതെ ശരണാഗതി അടയോ? കാരണം എല്ലാം, ആനയാണെങ്കിൽ ആനയെ രക്ഷിക്കും, കുരങ്ങന്മാരെ കൂട്ടുപിടിക്കും, അതിന് മടിയില്ല അല്ലേ? പിന്നെ ഗോപികമാർക്കും മഹാബലിക്കും പിന്നെ പ്രഹ്ലാദനും നന്ദഗോപർക്കും എന്ന് വേണ്ട അവർക്കൊക്കെ സ്വയം അവനവനെ തന്നെ കൊടുക്കും. അങ്ങനത്തെ ഒരാളെ അങ്ങനെ ഒരു ഭഗവാനുള്ളപ്പോൾ വേറെ ആരെങ്കിലും ശരണം പ്രാപിക്കുന്നുണ്ടെങ്കിൽ അവർ വിട്ടിത്താണ്. എല്ലാവർക്കും ശരണാഗതി അടയാൻ അർഹനായിട്ടുള്ള ഭഗവാനെ, ശരണാഗതി എല്ലാവരുടെയും ബന്ധുവാണ്, ആർത്തബന്ധുവാണ്. അങ്ങനത്തെ ഭഗവാനെ ആരാണ് ആരാധിക്കാതിരിക്കുക? കാരണം എല്ലാ ദേവന്മാരാലും ആരാധിക്കപ്പെടുന്നവനാണെങ്കിലും ആരെയും ഒരുപോലെ, എല്ലാവരും ഒരുപോലെ കരുതുന്ന ആളാണെന്ന് പറയണം. കിം ചിത്രമച്യുത തവൈതദ അശേഷബന്ധോ ദാസേഷു അനന്യശരണീഷു യഥാത്മസത്വം യോരോചയത് സഹമൃഗൈ സ്വയം ഈശ്വരാണം ശ്രീമത് കിരീടതടപീഡിത പാദപീഠ. അതായത് ഭക്തദാസന്മാർ എന്ന്, അല്ലെങ്കിൽ ഭക്തവാത്സല്യത്തിനൊരു കണക്കില്ല. അതുകൊണ്ടാണ് അങ്ങേ തന്നെ പിന്നെ എല്ലാവരും ശരണം പ്രാപിക്കണത് അല്ലേ? ഒരു ആട്ടിടയനായിട്ട് ജീവിച്ചു ഈ ഗോപന്മാരുടെ ഇടയ്ക്ക്, വെറും ഒരു ആട്ടിടയനായിട്ട് അല്ലേ? കുരങ്ങന്മാരോട് സഖ്യം ചെയ്തു അല്ലേ? അതൊക്കെയാണ് ഇനി അതായത് അതുകൊണ്ടാണ് ഭഗവാനെ വിട്ട് വേറെ ആരെയും ആശ്രയിക്കാനേ അർഹതല്ല ആർക്കും തന്നെ എന്ന് പറയാണ്. ത്വം ത്വാഖിലാത്മാ ദൈതേശ്വരമാശ്രിതാനാം സർവാർത്ഥദം സ്വകൃത വിദ്വിസജേ. എനിക്കൊരു കോള് വന്നുകൊണ്ടാട്ടോ വിഷമം. സോറി, ഒരു കോൾ വന്നു കേട്ടോ, അതാണ്. അത് ചിലപ്പോൾ അങ്ങനെയാണ്, എല്ലപ്പോഴും അത് ബോദർ ചെയ്യില്ല, ചില സമയത്ത് ഐ ഡോണ്ട് നോ വൈ. പക്ഷേ ത്വം ത്വാഖിലാത്മദൈതൈശ്വരമാശ്രിതാനാം സർവാർത്ഥദം സ്വകൃത വിസൃജേത കോനു കോ വാ ഭജേത് കിമപി വിസ്മൃതയേനുഭൂത്യൈ കിം വാ ഭവെന്ന തവ പാദരജോജുഷാം നഹ. നമുക്ക് 5. അഖിലാത്മ ദൈനേശ്വരം, സർവ്വലോകങ്ങൾക്കും ചൈതന്യമായി വർത്തിക്കുന്നവനും വളരെ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളവനും അതുകൊണ്ട് തന്നെ എല്ലാവരാലും സേവിക്കപ്പെടേണ്ടവനും എന്നർത്ഥം. സർവാർത്ഥദം,
അതല്ലാതെ തന്നെ ആശ്രയിച്ചവർക്ക് തന്നെ തന്നെ നൽകും സർവാർത്ഥതം. അതായത് അവർക്ക് ആഗ്രഹമുള്ളതും നൽകും, അവനവനെ നൽകി. ത്വം ആ അങ്ങയെ സുഹൃതവിദ് അന്തര്യാമിയായിരുന്നും കൊണ്ട് ഭഗവാൻ ചെയ്യുന്ന ഉപകാരത്തിനെ അറിഞ്ഞ കഹാന്നു ആരു തന്നെയാണ്. അതായത് നമ്മുടെ അന്തര്യാമിയും ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാൻ എങ്ങനെയുള്ള ആളാണ്? സർവ്വലോകങ്ങളെയും ചൈതന്യവത്താക്കുന്നവനും എല്ലാവർക്കും പ്രിയമായവനും എല്ലാവരാലും സേവിക്കപ്പെടേണ്ടവനും ആശ്രയിക്കുന്നവർക്ക് സകല പുരുഷാർത്ഥങ്ങളും അവനവനെ തന്നെയും നൽകുന്നവനുമായ ആ ഭഗവാനാണ് നമ്മുടെ അന്തര്യാമിന്ന് അറിഞ്ഞ ഏതൊരാളാണ് വിസൃജേത സേവിക്കാതെ പോവുക, അങ്ങയെ വിട്ടു പോവുക? ആരും പോവില്ല. ഭൂതി ഇന്ദ്രിയ സുഖത്തിനോ അനുവിസ്മൃതയെ അടുത്ത ക്ഷണങ്ങളും അടുത്ത നിമിഷം അങ്ങയെ വിസ്മരിക്കാൻ പ്രേരിപ്പിക്കുന്ന കിമബി ഭഗവാനല്ലാത്ത സ്വർഗാദികളെ നൽകിയാൽ പോലും കഹാവ ആരാണ് രചയത് വേറൊരാളെ സേവിക്കുക? തവ പാദരജോ ജുഷാം അങ്ങയുടെ പാദധൂളികളെ സേവിക്കുന്ന ഞങ്ങൾക്ക് കിം വാ ഏതു തന്നെയാണ് ഭവേത് എന്തും സാധിക്കും എന്ന് പറയുകയാണ് അങ്ങയുടെ പാദാരവിന്ദങ്ങളെ സേവിക്കാൻ. കാരണം അങ്ങനെയാണ്. അതായത് എല്ലാ ജീവജാലങ്ങൾക്കും അവരവരുടെ ഇഷ്ടത്തിനൊത്ത എന്തും നൽകുന്ന അങ്ങയെ ആരാ കൈവിടുക? അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ആ ഒരു പിന്നെ അഗാധമായിട്ടുള്ള ആ കാരുണ്യത്തിൻ്റെ ഡെപ്ത് അറിഞ്ഞ ആരെങ്കിലും അങ്ങയെ വിട്ട് മറ്റെന്തെങ്കിലും ആഗ്രഹിക്കുമോ? ബാക്കി എന്ത് കിട്ടിയാലും അത് അങ്ങയെ മറക്കാൻ മാത്രമല്ലേ. ബാക്കി ഈ ലോകത്തിലെ എല്ലാ സുഖങ്ങൾക്കും അങ്ങയെ മറക്കാൻ പ്രേരിപ്പിക്കുന്ന സുഖമല്ലാതെ അങ്ങയെ ലഭിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വിഷയസുഖങ്ങളും പെടില്ല. അങ്ങയെ ലഭിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വിഷയസുഖങ്ങളും ഈ ലോകത്തിനില്ല. അപ്പം അതിൻ്റെ പിന്നാലെ ആരെങ്കിലും പോവോ? എന്താച്ചാൽ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ എത്ര ഗഹനമാണ് ആ കാരുണ്യം എന്ന് അറിഞ്ഞ ഒരാളെങ്കിലും വേറെ എന്തിനെങ്കിലും ആഗ്രഹിക്കുമോ? കാരണം മറ്റെല്ലാം സച്ചിദാനന്ദ സ്വരൂപം തന്നെയായ അങ്ങയെ മറക്കാൻ മാത്രമല്ലേ ഉപകരിക്കൂ. അതുകൊണ്ട് ബ്രഹ്മാനന്ദത്തിൽ മുഴുകി കഴിയുന്ന ആൾക്കാരെല്ലാം വിട്ടിട്ട് അങ്ങേ തന്നെയാണ് പ്രാപിക്കുക. കാരണം അവർക്കറിയാം തൻ്റെ ഉള്ളിലുള്ള ചൈതന്യവും ഈ ലോകത്തിന് മുഴുവൻ തൻ്റെ ഉള്ളിൽ തന്നെ ചൈതന്യവത്താക്കുന്ന ആ ശക്തി തന്നെയാണ് ഈ ലോകത്തിന് മുഴുവൻ ചൈതന്യവത്താക്കുന്നതെന്നും പ്രാർത്ഥിക്കുന്നവർക്ക് സകല പുരുഷാർത്ഥങ്ങളും അവനവനത്തെയും നൽകുന്നവനും ആ ആൾ തന്നെയാണ് എൻ്റെ ഉള്ളിലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ആളുടെ കാരുണ്യത്തിനെ പൂർണ്ണ ബോധ്യമുള്ള ഒരാൾ വേറെ ഏതെങ്കിലും ഒന്നിനെ ആശ്രയിക്കുമോ? ബാക്കി വിഷയസുഖങ്ങളൊക്കെ അങ്ങേ മറക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ അങ്ങയുടെ പാദധൂളിയെ സേവിക്കുന്ന ഞങ്ങൾക്ക് ഇനി വേറെ ഒന്നും വേണ്ട എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് 5 വായിക്കാം. ഒന്നും കൂടി ചെയ്യാൻ സമയമുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഒന്നും കൂടി ചെയ്യാം. ത്വാഖിലാത്മാ ദൈതേശ്വരാശ്രിതാനം സർവാർത്ഥദം സുഹൃതവിദ്വിസജേ തകോനു കോവാ ഭജേത് കിമപി വിസ്മൃതയേനുഭൂത്യൈ കിം വാ ഭവെന്ന തവ പാദരജോജുഷാം നഹ. ഇനി 6 നോക്കാം. നൈവോപായന്ത്യപചിതിം കവയസ്തവേഷാ ബ്രഹ്മായുഷാപി കൃതമൃദ്ധമുദ സ്മരന്തായോന്തർബഹിസ്തനു ഭൃതാമശുഭം വിധുന്വൻ ആചാര്യചൈത്യവപുഷാ സ്വഗതിം വ്യനക്തി. ഇതും കൂടിയുള്ളൂ ഉദ്ധവൻ്റെ. ഇനി എന്താണ്? ഈശാ ഹേ ഈശ്വര ബഹി അന്തഃ ആചാര്യചൈത്യവപുഷ ആചാര്യചൈത്യവപുഷ പുറത്ത് ഒരു ഗുരുവിൻ്റെ രൂപത്തിലും അകത്ത് ചൈതന്യ രൂപത്തിലും. ഭഗവാൻ പുറത്തൊരു ഗുരുവിൻ്റെ രൂപത്തിൽ, അകത്ത് നമ്മുടെ പരമാത്മ ചൈതന്യം, നമ്മളെ ചൈതന്യവത്താക്കുന്ന ശക്തി. തനുവൃത മനുഷ്യരിൽ അശുഭം വിധുന്വൻ വിഷയവാസനയെ ഇല്ലാതാക്കിക്കൊണ്ട്, അതായത് അശുഭ ചിന്തകളെ നീക്കിക്കൊണ്ട്, യഹ സ്വഗതിം വ്യനക്തി ഏതൊരു അങ്ങ് സ്വരൂപത്തിനെ തന്നെ പ്രകാശപ്പെടുത്തുന്നുവോ തവ ആ ഭവാന് അപചിതിം
പ്രത്യുപകാരത്തിന് എന്ത് പ്രത്യുപകാരം അങ്ങയ്ക്ക് വേണ്ടി ചെയ്യാന്ന്. കവയഹ മീൻസ് വലിയ വിവേകം അല്ലെങ്കിൽ ജ്ഞാനികളും കൂടി കൃതം സ്മരന്ത ഭവാൻ ചെയ്ത ഉപകാരത്തിനെ സ്മരിച്ചുകൊണ്ട് ഹൃദ മുദഹ ആനന്ദപൂർണന്മാരായിട്ട് ബ്രഹ്മായുസിനാലും കൂടി ന ഉപയാന്തി ഏവ അങ്ങയ്ക്കൊരു ഉപകാരം ഒരു ആയസ് മുഴുവൻ ബ്രഹ്മാവിൻ്റെ അത്ര ആയസ്സുണ്ടെങ്കിൽ പോലും ചെയ്ത് അങ്ങയ്ക്ക് ഉപകാരം ചെയ്യാൻ ഉള്ള സമയം അത്ര പോരാ സമയം അങ്ങോട്ട് അതിൻ്റെ ഇങ്ങോട്ട് ചെയ്തിട്ടുള്ള ഞങ്ങൾക്കൊക്കെ ഇങ്ങോട്ട് ചെയ്ത ഉപകാരത്തിന് ബ്രഹ്മാവിൻ്റെ ആയസ് പോലും പോരാ, അങ്ങോട്ട് ആ ഉപകാരത്തിനൊരു സ്മരണയായിട്ട് എന്തെങ്കിലും ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടാണ് ഉദ്ധവൻ നിർത്തണത് കേട്ടോ. അതാണ് ഉദ്ധവൻ പറയണത്. എന്താ വെച്ചാൽ ഈ ഹേ ഭഗവാനെ, പരമജ്ഞാനികളായിട്ടുള്ള ബ്രഹ്മാദി ദേവന്മാർ പോലും അങ്ങ് അവർക്ക് ചെയ്ത വലിയ ഉപകാരങ്ങളെ സ്മരിച്ചുകൊണ്ടും വളരെ ആനന്ദപൂർണന്മാരായിട്ട് ഒരു അവരുടെ ആയസ് മുഴുവൻ ശ്രമിച്ചിട്ടും അങ്ങയ്ക്കൊരു പ്രത്യുപകാരം ചെയ്യാൻ അവർക്ക് പോലും പറ്റുന്നില്ല. അതായത് എന്ത് ഉപകാരമാണ് അങ്ങ് ചെയ്യണത്? അങ്ങാണ് ഈ സർവ്വജീവജാലങ്ങളുടെ പുറത്ത് ഗുരുരൂപത്തിലും അകത്ത് അവരെ ചൈതന്യവത്താക്കി എപ്പോഴും പ്രകാശിപ്പിക്കുന്ന പരമാത്മ ചൈതന്യമായിട്ടും നിൽക്കുന്ന ആളാണ് അങ്ങ്. എല്ലാവരുടെ ഉള്ളിലും ചൈതന്യമായി വർത്തിക്കുന്നവനും പുറത്തൊരു ഗുരുവിനെ പോലെയും ആയിട്ടുള്ള അങ്ങയ്ക്കൊരു പ്രത്യുപകാരം ചെയ്യാൻ ഒരു ബ്രഹ്മാവിൻ്റെ ആയസ് പോലും പോരാന്ന്. അങ്ങനത്തെ ആ മഹത്തായിട്ടുള്ള ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യാൻ ആർക്കും എത്ര കാലം കൊണ്ടും സാധിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൈതന്യത്തിൻ്റെ ഉറവിടാണ് ഭഗവാൻ. ആ ചൈതന്യം നമ്മളിൽ നിന്ന് മാഞ്ഞാൽ നമ്മൾ ശവമായിട്ട് അവിടെ കിടക്കും. ഈ ജഡാണ് ശരീരേ, അതിനെ ചൈതന്യവത്താക്കുന്ന ശരീരമാണ്. അതിനെ മാത്രമല്ല ഈ ജഗത്തിനെ മുഴുവൻ സർവ്വജീവജാലങ്ങളെയും. അപ്പം നമുക്ക് ഭഗവാനോട് ഒരു പ്രത്യുപകാരം ചെയ്യാൻ ബ്രഹ്മാവിൻ്റെ 2 പരാർത്ഥം കൂടിയും പോരാന്നാണ് പറഞ്ഞത്. അത്ര ആയസ് പോലും പോരാ. പിന്നെ നമ്മുടെ ഈ കുഞ്ഞ് ആയസ്സിൽ എന്ത് പറ്റും അല്ലേ? അതാണ് പറഞ്ഞത്. അത് പറഞ്ഞ് നമ്മൾ നിർത്താം. നൈവോപയന്ത്യപചിതിം കവയസ്തവേശ ബ്രഹ്മായുഷാപി കൃതമൃദ്ധമുദസ്മരന്തഃ യന്തർബഹിസ്തനുഭൃതാമശുഭം വിതുന്വൻ ആചാര്യ ചൈത്യവപുഷാ സ്വഗതിം വ്യനക്തി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വമി.